Hello guys, welcome back to my yet another video of Let's Talk More Tech. ഓക്കെ, അപ്പം നമ്മൾ ഈ ചാനലിൽ പറഞ്ഞിട്ടുള്ള പോലെ ഫുള്ളി ടെക് റിലേറ്റഡ് കോണ്ടന്റ് ആണ് ചെയ്യുന്നത്. ഈ ഇരിക്കുന്ന M4 ഡെഡിക്കേറ്റഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. M4 പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഇന്ന് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ യൂസ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ചെക്ക് ഔട്ട്. ആൻഡ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫുള്ളി പറയാൻ പോകുന്നത് ഈ കാണുന്ന കുഞ്ഞിനെ പറ്റിയാണ്. ഇത് iPhone 15 ആണോ 14 ആണോ അതേപോലെ തന്നെ 13 ആണോ കൺഫ്യൂഷൻ അടിക്കണ്ട. 13 ആകുമ്പോൾ പാസ്റ്റ് 1 year ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്റെ ഷോർട്സ് കണ്ടിട്ടാണ് ഈ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെ ഞാൻ പറഞ്ഞിട്ടാണ് എന്റെ യൂസർ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. 1 year ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയ ആദ്യം ഞാൻ നല്ല കാര്യങ്ങൾ പറയാം. നല്ല പറയുന്നതാണ്. അപ്പം ബെസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളതിന്റെ ക്യാമറ. എനിക്ക് എന്റെ എൻറ്റയർ യൂട്യൂബില് വ്ളോഗ് ചാനലായാലും ടെക് ചാനലായാലും ഞാൻ എന്റെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം. ഭയങ്കര ഡെയിലി ഡെഡിക്കേറ്റഡ് വീഡിയോസ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. ഞാൻ ഇതേപോലെ എനിക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കോണ്ടന്റ് ഡെലിവർ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്ന സമയത്താണ് ഞാൻ വീഡിയോസ് ചെയ്യാറ്. ഡെയിലി ഫ്രീക്വന്റ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ്. സോ എനിക്ക് വീഡിയോസ് എടുക്കാൻ എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള എന്റെ iPhone 13 ആണ്. യൂട്യൂബിലേക്ക് ഞാൻ കയറി വരുന്ന സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ ഫോണാണ്. സോ ഇതിന്റെ ക്യാമറ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയ ക്യാമറയാണ്. ബെസ്റ്റ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയ ക്യാമറയാണ്. നമുക്ക് ഇതില് മെയിൻലി 2 ഓപ്ഷൻസ് ആണ് വരുന്നത്. ഒന്ന് സിനിമാറ്റിക്, ഒന്ന് നോർമൽ വീഡിയോ വരുന്നത്. സിനിമാറ്റിക് ഇറങ്ങി നമ്മുടെ ഫോട്ടോയിൽ എടുക്കുന്ന പോലെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറായിട്ടൊക്കെ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന പോലെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലറായിട്ട്. പക്ഷെ നമുക്കത് 1x മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അത് ഇതിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. അപ്പൊ അതിന്റെ നല്ല ഫേസ് പറയുമ്പോൾ ചീത്ത പറയാൻ വേണ്ട. എന്തായാലും സിനിമാറ്റിക് എനിക്ക് ഓക്കെ ആയിട്ട്, കാരണം നമ്മൾ 12 അത് കിട്ടാത്തൊരു ഫീച്ചറാണ് സിനിമാറ്റിക് മോഡ്. 13 ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ അത് എനിക്ക് പ്ലസ് ആയിട്ട് തോന്നി. ഇതിന്റെ വീഡിയോ ആണെങ്കിലും പക്ക ഓക്കെ ആയിട്ട് എനിക്ക് നല്ല പ്രൊഫഷണൽ ക്യാമറയിൽ എടുത്ത് നമ്മുടെ ലൈറ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്തെടുക്കുന്ന ആ സമയം നമുക്ക് ലാഭമായിട്ട് തോന്നും. കാരണം വെച്ചാൽ ഇതില് ലൈറ്റിംഗ് കോൺട്രാസ്റ്റ് നമ്മൾ സ്മൂത്ത്നെസ് കാര്യങ്ങളും ഒക്കെ ഇതിൽ ഓൾറെഡി ബൈ ഡിഫോൾട്ട് നമ്മൾ ഒരു വീഡിയോ ഒക്കെ നമുക്ക് കിട്ടും. കാരണം നമ്മളൊരു ക്യാമറ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൽ എക്സ്ട്രാ ലെൻസ് വെക്കണം, ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം, മാനുവൽ സെറ്റപ്പ് മാറ്റണം, എല്ലാം നമ്മളെ ഏത് സെറ്റപ്പിലേക്ക് അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഇതിന്റെ ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാം അഡ്ജസ്റ്റ് ആയിട്ടുള്ളൂ. നമ്മൾ ജസ്റ്റ് ഔട്ട് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് എന്തെങ്കിലും സൗണ്ടോ കാര്യങ്ങളോ മാറ്റാനോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യാനോ എല്ലാം കുറച്ച് നോയിസ് കുറയ്ക്കാനോ അങ്ങനത്തെ എന്തെങ്കിലും വീഡിയോസിൽ നോയിസ് ആയാലും ഓഡിയോയുടെ നോയിസ് അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്താൽ മതി. സോ വീഡിയോന്റെ കാര്യം എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. ആൻഡ് ഫോട്ടോന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. നാച്ചുറൽ ലൈറ്റിങ്ങിന്റെ സമയത്ത് ഇതിലെടുക്കുന്ന 1x എടുക്കുന്ന ഫോട്ടോസ് നല്ല കിഡിലൻ ഫോട്ടോസ് ആയിരിക്കും. പക്ഷേ ഇതിന്റെ സെൽഫി ക്യാമറയിൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോസിൽ നമുക്ക് ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ റെഡി ആയിട്ടുള്ള ഒരു ഫോട്ടോ ആയിരിക്കില്ല കിട്ടാൻ. എനിക്ക് പേഴ്സൺ അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. നിൽക്കുന്ന ഫീൽ ചെയ്യുന്ന താഴെ കമന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഐ പ്ലേസിംഗ് ആയിട്ടുള്ള ഫോട്ടോസ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത്തരത്തിലുള്ള ഒരു ഫോട്ടോ അല്ല ഐഫോണിൽ നമുക്ക് ഒട്ടില്ല. അതിന് നമ്മൾ കുറച്ച് എഡിറ്റിംഗ്, അതായത് നമ്മൾ ഫോട്ടോഷോപ്പിലോ അല്ലെങ്കിൽ എന്തെങ്കിലും എഫക്റ്റോ ലൈറ്റോ ഒഴിച്ച എഫക്റ്റും കാര്യങ്ങളും ചെറിയ സ്മൂത്തിങ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫഷണൽ ഫോട്ടോസ് ആയിട്ട് മാറും. അല്ലാത്ത പക്ഷെ നമുക്ക് ഇത് കിട്ടുന്ന ഔട്ട് വെച്ചിട്ട് പക്ക നാച്ചുറൽ ഫോട്ടോസ് ആയിരിക്കും. നമ്മളെ ഫേസിലുള്ള പാടുകൾ, അതേപോലെ തന്നെ ഫേസിൽ എവിടെയെങ്കിലും ചെറിയ ഡാർക്ക് ഏരിയാസ് ഉണ്ട്, അതൊക്കെ അതേപോലെ ബൈ നാച്ചുറൽ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് അതേപോലെ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഫോട്ടോസ്. അപ്പൊ അത് എല്ലാവർക്കും ഓക്കെ ആയിക്കൊള്ളണമെന്നില്ല. അപ്പൊ എനിക്ക് ഇത്തരത്തിലുള്ള ഫോട്ടോസ് കുറച്ച് ഓക്കെയാണ്. അതിന് മേലെ വർക്ക് ചെയ്ത് ആർട്ടിഫിഷ്യാലിറ്റി ഉള്ളതുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് എനിക്ക് ഓക്കെയാണ്. പക്ഷെ എന്റെ വൈഫ് അവർക്ക് ലേഡീസ് പൊതുവെ കുറച്ചുകൂടെ ഐ പ്ലേസിംഗ് ആയിട്ടുള്ള ഫോട്ടോസ് നോക്കുന്നത് നല്ല രീതിയിൽ കാണണം, അല്ലെങ്കിൽ കുറച്ച് മേക്കപ്പ് ഇട്ടത് നല്ല രീതിയിൽ ഭംഗിയിൽ കാണണം. അങ്ങനെയുള്ളവർക്ക് അത്ര ഇതാവില്ല. കുറച്ച് എഫക്റ്റോ അല്ലാതെ അങ്ങനെ കുറെ എഡിറ്റ് ഒക്കെ ചെയ്താൽ അവർക്ക് ഇഷ്ടമാവും. അപ്പം ക്യാമറയുടെ കാര്യത്തിൽ ഫോട്ടോസിന് ഓക്കെ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. കുറച്ചുകൂടെ എഡിറ്റിംഗ് ചെയ്തിട്ടാലേ നല്ലൊരു ഫോട്ടോ ഉണ്ടാക്കി കിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് ഇപ്പൊ S23 അൾട്രയിലൊക്കെ നമുക്ക് നല്ല നല്ല കാൻഡിഡ് ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ S23 വേരിയന്റ് ആയിക്കോട്ടെ, S24 5 ഇത് സാംസങ്ങിന്റെ S സീരീസിൽ വരുന്ന ക്യാമറ ഒക്കെ അത് കിട്ടുന്ന ഫോട്ടോസ് ആയിരിക്കും. അതിൽ കിട്ടുന്നത് ഐ പ്ലേസിംഗ് ഫോട്ടോസ് ആയിരിക്കും. കുറച്ചുകൂടെ കുറച്ചുകൂടെ ലൈറ്റിങ് കുറച്ചുകൂടെ ചെയ്ത് മുഖത്ത് കുറച്ചുകൂടെ സ്മൂത്ത്നിങ് ഒക്കെ ആഡ് ചെയ്ത് ഭയങ്കരമായിട്ട് നമ്മൾ വിവോന്റെ ഒപ്പനൊക്കെ ആദ്യത്തെ ഫോണുകളൊക്കെ പഠിപ്പിച്ചവരെ അങ്ങനെയൊന്നുമില്ല. അത്യാവശ്യം നല്ല ഡീസന്റ് ആയിട്ടുള്ള എഡിറ്റിംഗ്
കാര്യങ്ങളൊക്കെ പ്രോസസ്സിംഗ് തന്നെ ഉള്ളതാണ്. ജസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോസസ്സിംഗ് ടൈം ഉണ്ടാവില്ല. അപ്പൊ ആപ്പിളിലും ഉണ്ട്, സാംസങ്ങിന്റെ എസ് കുറച്ച് കൂടുതൽ എടുക്കുന്നതാണ് എന്റെ ഒരു അറിവ്. ഞാൻ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഫ്രണ്ട്സിന്റെ കയ്യിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ പേഴ്സണൽ എനിക്ക് ഫീൽ ചെയ്ത് കുറച്ച് പ്രോസസ്സിംഗ് ടൈം കൂടുതലുണ്ട് സാംസങ്. അപ്പൊ ആ പ്രോസസ്സിംഗ് ടൈമിൽ ഇവര് ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു സംഭവം കറക്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട് ചെയ്യുന്നത്. അപ്പൊ ഏതൊരു കസ്റ്റമർ ആയിട്ട് ആ രീതിക്ക്, അല്ലെങ്കിൽ നമ്മളെ ഫോട്ടോ എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ ആ രീതിക്ക് ഔട്ട് ഇട്ട് പറയാം ഓക്കെ ഈ ക്യാമറ കിട്ടില്ല, അങ്ങനെ നമ്മളെ കൊണ്ട് പറയിക്കുന്ന രീതിയിലെ ക്യാമറ സീരീസിൽ വരുന്നത്. അതേപോലെ നമ്മൾ ഐഫോണിന്റെ കേസ് എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഫുൾ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്, അത്ര ഓക്കെ ആയിട്ടില്ല. സ്റ്റിൽ ഒന്ന് ജസ്റ്റ് പൊടിക്കുന്ന എഡിറ്റ് ചെയ്യാൻ ഫിൽറ്റേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയിട്ടുള്ള ക്യാമറ ആയിരിക്കും ഇതിന് കിട്ടാം. അപ്പൊ ഇൻ പേഴ്സൺ എനിക്ക് അതിന്റെ ഏറ്റവും പ്ലസ് ആയിട്ട് പറയാനുള്ളത് ക്യാമറന്റെ ആണ് സാംസങ്ങിന്റെ സൈഡിൽ. ഐഫോണിന്റെ സൈഡിൽ ഐഫോൺ 13 എനിക്ക് ഇതിന്റെ ക്യാമറ ഓക്കെ ആയിട്ടാണ് തോന്നുന്നത്. ഇതിലിപ്പോ എനിക്ക് 2 ക്യാമറ വരുന്നത്, മെയിൻ ക്യാമറയും പോർട്രേറ്റ് ക്യാമറയിൽ നമുക്ക് 2x എടുക്കാൻ പറ്റില്ല, 1x മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അതാണ് പോർട്രേറ്റിന്റെ ഒരു ലിമിറ്റേഷൻ പറയുന്നത്. പോർട്രേറ്റ്സിലെ ബൊക്കേസ് ഒക്കെ ആയാലും ഓക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതിലും ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ഒന്നുമില്ല. ബട്ട് നമുക്ക് നല്ല ഫ്ലവറിന്റെ ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്റ്റീവ് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നല്ല ബൊക്കേസ് ഒക്കെയാണ് ഉണ്ടാവുന്നത്. ബാക്കി S20 സീരീസിലൊക്കെ എടുക്കുന്ന സമയത്ത് അതിലും ഡീസെന്റ് ആയിട്ടാണ് കമ്പാരിറ്റീവ്ലി നമുക്ക്. ഞാൻ പറഞ്ഞ നാച്ചുറൽ ലൈറ്റിംഗ് ഐഫോണിന്റെ ക്യാമറ പെർഫോമൻസ് ഇസ് ഗുഡ് മീൻസ് എബോവ് ആവറേജ് ആൻഡ് ഗുഡ് ആ ഒരു ലെവലിൽ S23 ആ ഒരു സീരീസ് ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഞാൻ S23 കമ്പയർ ചെയ്യുന്ന മെയിൻ റീസൺ ഇത് രണ്ടും ഒരേ ടൈമിലോ ഏകദേശം ഒരേ പ്രൈസ് റേഞ്ചിൽ ഇറങ്ങിയോണ്ടാണ്. S25 അതുവരെ എത്തിയിട്ടുണ്ട്. അതെന്നിട്ട് കമ്പയർ ചെയ്യാത്ത ഇതുമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ നമുക്ക് iPhone 16 ആയിട്ട് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. അപ്പം S23 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ക്യാമറയിൽ കിട്ടുന്ന ഫോട്ടോസ് കുറച്ചുകൂടെ ഐഗ്ലേസിംഗ് ആയിരിക്കും, എഡിറ്റഡ് ആയിരിക്കും, പ്രോസസ്സിംഗ് കുറച്ചുകൂടെ ചെയ്തിട്ടുള്ളതായിരിക്കും. ഇവിടെ നമുക്ക് മോർ നാച്ചുറൽ ആയിട്ടാണ്. അപ്പൊ നാച്ചുറൽസ് ആണ് ഇഷ്ടപ്പെടുന്നത് iPhone 13 ഇഷ്ടപ്പെടും. അപ്പൊ ഇൻ പേഴ്സൺ എനിക്കിഷ്ടം, പേഴ്സണലി എനിക്കിഷ്ടം നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പം അത് എനിക്കിഷ്ടം. പിന്നെ നൈറ്റിലെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്ന ആൾക്കാർക്ക് അത്രയ്ക്ക് ഐഫോൺ ഓക്കെ ആയിട്ടില്ല. കാരണം നൈറ്റിൽ വരുന്ന ഫോട്ടോസ് ഒക്കെ ഭയങ്കര ഗ്രെയിനി എഫക്റ്റ് ഉള്ള അല്ലെങ്കിൽ അത്ര ക്ലിയർ ഇല്ലാത്ത, ലൈറ്റ് കുറവായിരുന്നു, അതിനനുസരിച്ചുള്ള ഫോട്ടോസ് ഒക്കെ ഐഫോണിൽ കിട്ടുള്ളൂ. അപ്പം നൈറ്റ് ഫോട്ടോഗ്രാഫി അത്രയ്ക്ക് ഓക്കെ ആക്കാം. ബട്ട് സ്റ്റിൽ ക്യാമറയുടെ കാര്യത്തിൽ നമുക്ക് നാച്ചുറൽ ലൈറ്റിന്റെ ഉള്ള സമയത്ത് വീഡിയോ ആയാലും ഫോട്ടോ ആയാലും ഒക്കെ ഓക്കെ ആയിട്ടുള്ള സാധനം. പിന്നെ വൈറ്റ് ക്യാമറയാണ് ലൈക്ക് നമുക്ക് സെക്കൻഡറി ആയിട്ട് വരുന്ന സാധനം. പോർട്രേറ്റും വൈറ്റ് ക്യാമറ വരുന്നത്. വൈറ്റ് ക്യാമറയിൽ നമുക്ക് ബാക്ക് ക്യാമിൽ വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ എടുക്കേണ്ടി വരും. അത് അധികം ഇപ്പം നമ്മുടെ പൂക്കീസ് അല്ലെങ്കിൽ ജെൻസി കിഡ്സിനൊക്കെ അതാണ് ട്രൈ പറ്റും. നമ്മൾ ട്രൈ ഔട്ട് ചെയ്യാറുണ്ട്. കാരണം നമുക്ക് കുറച്ചുകൂടെ വൈഡ് ഏരിയ കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ അല്ലെങ്കിൽ ഫാമിലി ഫോട്ടോ ഒക്കെ ഒരുപാട് പോകുന്ന സമയത്ത് അത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് വൈറ്റ് ക്യാമറ. പക്ഷെ 1x അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല. എല്ലാവരും കവർ ചെയ്തിട്ട് അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ഒരു ഇതിന്റെ ഒരു ഫോട്ടോ കിട്ടും, കൂടുതൽ ഏരിയ കിട്ടും. പക്ഷെ നമ്മളൊരു ഒബ്ജക്റ്റിന്റെ സാധനം വെച്ചിട്ട് നമ്മളത് 0.5x വൈകിട്ട് എടുക്കുമ്പോൾ ആ ഒബ്ജക്റ്റ് ഭയങ്കര വലുതായിട്ടുണ്ടാവും. കാരണം ഒരു വൈഡ് ഏരിയ കവർ ചെയ്യുമ്പോൾ ഒരു കോൺവെക്സ് ഒരു ടൈപ്പ് ഓഫ് ഇതാണ് ലെൻസാണ് അതിൽ വരുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള ഔട്ടാണ് കിട്ടുക. അപ്പൊ അതിന്റെ ക്യാമറയുടെ സൈഡായിട്ട് എനിക്ക് പ്ലസ് ആയിട്ട് തോന്നിയത് ഫേസ്റ്റ്ലി. സെക്കൻഡ് ആയിട്ട് എനിക്ക് ഡിസൈനും കോമ്പാക്ട് ആയിട്ടുള്ള നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള എഡ്ജ് ഒന്നും കൊടുത്തിട്ടില്ലാത്ത അങ്ങനെ ഒരു ഡിസൈനിന്റെ പെർസ്പെക്റ്റീവ് ആണ്. അപ്പൊ നമുക്ക് എവിടെയും കൊണ്ടുനടക്കാനായാലും വെച്ച് കഴിഞ്ഞാലൊക്കെ നമുക്കൊരു എന്താ പറയാ, നമുക്ക് ഹാൻഡി ആയിട്ട് പെട്ടെന്ന് നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന ടൈപ്പ് ഓഫ് ഡിസൈൻ ആണ്. പിന്നെ അവിടെ എഡ്ജ് ഒന്ന് തട്ടി മുറി അങ്ങനത്തെ പ്രശ്നങ്ങൾ കുറെ പിടിച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചതിങ്ങി പോകുന്ന രീതിയിൽ S23 അൾട്രയിലൊക്കെ ഇട്ട് പോകുന്ന ആൾക്കാർ പറയുന്ന ആവശ്യമാണ്. ചില അത്യാവശ്യം വെയിറ്റ് ഉള്ള ഇഷ്ടിക പോലെ ഇരിക്കുന്നുണ്ട്. പിടിച്ചു കഴിഞ്ഞാൽ കയ്യിൽ എവിടെയാണോ നമ്മൾ ഈ ചെറുവരലിന്റെ അതിലൊക്കെ അമർന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ ചതിങ്ങി പോലെ പിന്നെ കൈ വേനിട്ട് അങ്ങനത്തെ സാധനമാണ്. അതൊന്നും ഇതില്ലെങ്കിൽ യൂസ് ചെയ്യില്ല. നമുക്ക് സിംഗിൾ ഹാൻഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഫുള്ളി സിംഗിൾ ഹാൻഡായി നമുക്ക് ഈ എഡ്ജിലേക്ക് എത്തുന്ന നമുക്ക് ഫോണിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ എഡ്ജിലേക്ക് എത്തില്ല. പക്ഷെ അത്യാവശ്യം കവറേജ് ഈ ഒരു ഭാഗം വരെ നമുക്ക് വൺ ഹാൻഡ് വരും. പിന്നെ നമ്മളെ ഇങ്ങനെ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സിംഗിൾ ഹാൻഡിൽ മുകളിലേക്ക് വരും. സൈക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ പഴയ മുകളിലേക്ക് അത്യാവശ്യം നമുക്ക് ആ ഒരു ഇതൊക്കെയാണ്. പിന്നെ ഇതിന്റെ ഡിസ്പ്ലേന്റെ മെയിൻ അട്രാക്ഷൻ ആണ്. ഇപ്പൊ നമ്മളെ ഏതെങ്കിലും ഒരു വീഡിയോ പ്ലേ ആണെങ്കിൽ ഇപ്പൊ ഞാൻ എടുത്തേക്കുന്ന ഒരു വീഡിയോ പ്ലേ
നമ്മളൊരു വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് കണ്ണിന് നമ്മൾ ആക്ച്വലി കണ്ണിൽ എങ്ങനെയാണ് കാണുന്നത് അത്തരത്തിലുള്ള ഒരു വീഡിയോ ആയിരിക്കും നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പൊ അത്ര എങ്ങനെയാണ് എനിക്ക് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കറിയാം. നിങ്ങൾ ഐഫോൺ യൂസ് ചെയ്തിട്ടുള്ളതാണ് ഡിസ്പ്ലേ വ്യത്യാസം എന്തായാലും ഒരു HDR ഒരു ടൈപ്പ് ഓഫ് കോണ്ടന്റ് ആയിരിക്കും ഇതിൽ നമുക്ക് കിട്ടുന്നത്. ഇതിന്റെ ഡിസ്പ്ലേ ആണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ഡിസ്പ്ലേ. അപ്പൊ അത് പവർ ഓൺ ആയിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു വ്യത്യാസം ഇതിൽ കാണാൻ പറ്റും. ആ ലൈറ്റ് ഇങ്ങനെ കയറി വരുന്നു, ആ ഒരു ലൈറ്റ് ഇറങ്ങി പോകുന്ന ആ ഒരു ഫീലൊക്കെ ഭയങ്കര എന്നെ പേഴ്സൺ ഡിസ്പ്ലേ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതിലെടുത്ത ഫോട്ടോസ് ആയിക്കോട്ടെ എന്തായാലും എനിക്ക് പേഴ്സൺ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതിലെടുക്കുന്ന ഫോട്ടോസും വീഡിയോസും ഇതിലെ മീഡിയ കൺസെപ്ഷൻ ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ ഇതിൽ മീഡിയ കൺസെപ്ഷൻ എനിക്ക് വളരെ കൺസേണിംഗ് ആയിട്ടുള്ള കാര്യം ഇതിൽ ലോച്ചാണ്. ഇപ്പൊ സ്റ്റിൽ നമുക്ക് 16 ലോച്ച് ഉണ്ട്. പക്ഷേ അവർ അതിനെ റീപ്ലേസ് ചെയ്തിട്ടുള്ള 17 സീരീസിലാണ് ലോച്ച് കുറച്ചൊരു കുറയ്ക്കും ഒരു ഡൈനാമിക് ഹൈലൈറ്റ് പോലെ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമായിട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ നമുക്ക് ഒരു വീഡിയോ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ ഡിസ്പ്ലേ ഒക്കെ ഇപ്പൊ എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഡിസ്പ്ലേ അല്ല, സ്റ്റിൽ ഇതിന്റെ ഡിസ്പ്ലേ എനിക്ക് നല്ലൊരു പ്ലസ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ എനിക്ക് പ്ലസ് ആയിട്ട് തോന്നിയത് ഇതിന്റെ പ്രോസസ്സിങ്. ചില നമ്മളെ എന്തെങ്കിലും ഗെയിം കളിക്കാൻ അതിൽ ജംഗ്ഷൻ ബാങ്ക് പറഞ്ഞിട്ടൊരു ഗെയിം, അതേപോലെ തന്നെ പബ്ജി BGMI ആ ഗെയിംസ് ഒക്കെ അത്യാവശ്യം കോൾ ഓഫ് ഡ്യൂട്ടി അത്യാവശ്യം പ്രോസസ്സിംഗ് ആവശ്യമുള്ള എല്ലാ ഗെയിമും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഹീറ്റ് ആവില്ലാതെ ഒരിക്കലും പറയില്ല, നല്ല ഹീറ്റ് ഒക്കെ നമ്മൾ ഒരു മണിക്കൂറൊക്കെ കളിക്കുമ്പോഴത്തേക്ക് എന്തായാലും നല്ല രീതിയിൽ ഹീറ്റ് ആവും. ഏത് ഫോൺ ആൻഡ്രോയിഡ് ഫോൺ പറയുന്നുണ്ട് അത്യാവശ്യം നല്ല ഹീറ്റ് ആവും. ഇപ്പം ഹീറ്റിംഗ് ഇഷ്യൂ ഒക്കെ വരും. പക്ഷെ പ്രോസസ്സിംഗ് ഫോൺ എല്ലാ ഗെയിമും കളിക്കാൻ പറ്റും. അത്യാവശ്യം ഒരു 2GB ഒക്കെ ഉണ്ട്. നമ്മൾ ജംഗ്ഷൻ ബാക്ക് കളിച്ചൊരു ഒരു ലെവലൊക്കെ എത്തി കഴിയുമ്പോൾ നമുക്ക് 20GB ഒക്കെ അതിന്റെ സ്റ്റോറേജ് കൺസംഷൻ വരും. ആ ഒരു സ്റ്റേജിൽ തന്നെ നമുക്ക് ഇതിന്റെ ഓക്കെ ആയിട്ടാണ് വരുന്നത്. പിന്നെ ഇതിന്റെ നമുക്ക് മെയിൻ ആയിട്ട് നല്ല കാര്യം പറയുന്നത് ഇതില് നമുക്ക് ടോഗിൾ ബട്ടൺ ഉണ്ട്. പേഴ്സണലി എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് അറിയില്ല, ടോഗിൾ ബട്ടൺ മെക്കാനിക്കൽ ടോഗിൾ ബട്ടൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതേപോലെ പവർ ബട്ടൺ ബട്ടൺ ഡിസൈൻ പെർസ്പെക്റ്റീവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സിംഗിളിന്റെ സൈഡായാലും എല്ലാം എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. മാക്കുമായിട്ടൊക്കെ ഫോട്ടോസ് ഷെയർ ചെയ്യുന്ന സമയത്തായാലും വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ മാക് യൂസർ ആണെങ്കിൽ നമുക്ക് ഭയങ്കര എളുപ്പമാണ്, കൺവീനിയന്റ് ആണ്. ഡ്രോപ്പ് ചെയ്യാനും നമുക്ക് ലൈനിൽ പൊട്ടിച്ച് കണക്ട് ചെയ്യാനും ഇതൊന്നുമല്ലേ നമുക്ക് ജസ്റ്റ് വെബ് ചെയ്തിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഭയങ്കര എളുപ്പമാണ്. അപ്പൊ ആ ഒരു സാധനം മാക് ഉള്ളത് കൊണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഫീച്ചർ തന്നെയാണ്. മീഡിയ കൺസെപ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 4K വീഡിയോ പ്ലേ ചെയ്യാം. പിന്നെ ഡിസ്പ്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ക്ലാരിറ്റി നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്ന ടൈപ്പ് ഓഫ് കണ്ടന്റ് ആണ് നമുക്ക് ഇതില്. പിന്നെ അതുപോലെ ഇതിന്റെ ഒപ്റ്റിമൈസേഷൻ ആയിരുന്നു ഇൻസ്റ്റാഗ്രാം, അതേപോലെ യൂട്യൂബ് മെമ്പർഷിപ്പ്, നമ്മള് ഏത് സാധനം റിസൾട്ട് ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് അതിലെ പ്രോസസ് ആയിരുന്നു. ഫോട്ടോസ് എടുക്കാൻ പ്രോസസ്സിംഗ് ഓൾറെഡി ആയിരുന്നു. ആമസോണിന്റെ പ്രോസസ്സിംഗ് ആയിരുന്നു. അത്രയും നമുക്ക് എത്രത്തോളം ടാസ്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്താലും പ്രോസസ്സിംഗ് ഒക്കെയാണ്. പിന്നെ ഇതിന്റെ ഒപ്റ്റിമൈസേഷൻ ആപ്പിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ഏത് ആപ്പിന്റെ ഒപ്റ്റിമൈസേഷനും കാര്യങ്ങളും ഇതിന്റെ യൂസർ ഇന്റർഫേസും നമുക്ക് ഈ ഒരു ആപ്പിലേക്ക് വരുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഇതിന്റെ വോയിസിലുള്ള എക്സ്പീരിയൻസ്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ടായിരിക്കും നമുക്ക് ആപ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എല്ലാം ഭയങ്കര സിമ്പിൾ ആയിട്ട് സെർച്ച് ചെയ്തെടുക്കാൻ ഭയങ്കര ആൻഡ്രോയിഡിൽ വരുന്ന പോലെ നമുക്ക് ടീം സപ്ലൈ ചെയ്ത് കോംപ്ലിക്കേറ്റഡ് ആകാൻ അങ്ങനത്തെ നമുക്ക് ഈ ഒരു ഡിസൈൻ തന്നെ ഓക്കെ ആയിരുന്നു. നമുക്ക് ആപ്സ് ഒക്കെ ഈ സൈഡിൽ ഫുള്ളി അറേഞ്ച് ചെയ്ത് തരും. പിന്നെ നമുക്കത് ഹോം സ്ക്രീനിൽ തന്നെയാണ് നമുക്കത് അതേപോലെ കസ്റ്റമൈസ് ചെയ്ത് ഇതാക്കുന്നത്. പിന്നെ ഇതിന്റെ തന്നെ നമുക്ക് കസ്റ്റമൈസേഷൻ ഒക്കെ ചെയ്യാൻ പറ്റും. അത് ചെയ്യുന്നത് ചീത്തയാണെന്ന് പറയില്ല. ഇപ്പൊ നമുക്ക് 18 ലേറ്റസ്റ്റ് 18 സംതിങ്ങിലാണ് ഇപ്പൊ നമ്മളെ 18.6 മറ്റാണ് എനിക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിലാണ് ഇത് റൺ ചെയ്യുന്നത്. അപ്പൊ 18 വന്ന സമയത്ത് നമുക്ക് ഇതില് കുറെ സാധനം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ബട്ടൺ ഇതിൽ ഡെഡിക്കേറ്റഡ് വീഡിയോ ഷോർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചാനൽ കണ്ടിട്ട് കാണാം. കസ്റ്റമൈസ് നമുക്ക് ലോക്ക് സ്ക്രീന് കസ്റ്റമൈസ് ചെയ്യാൻ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക്, അതേപോലെ തന്നെ കളറും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും. പിന്നെ ബഡ്ജറ്റ്സ് ഇവിടെ ഹോം സ്ക്രീൻ തന്നെ ആഡ് ചെയ്യാം. ഇപ്പം 18 ഇതിലേക്ക് അപ്ഡേറ്റിലേക്ക് വന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സിന്
ഓക്കെ ആയിട്ട് തോന്നിയാൽ മോർ കസ്റ്റമൈസേഷൻ ആൻഡ്രോയിഡിലൊക്കെ ഓൾറെഡി ഉള്ള ഒരു സംഭവം തന്നെയാണ്. പിന്നെ അതേപോലെ ഇതിലിപ്പോ ഇന്ത്യയിലെ വന്ന സമയത്ത് നമുക്ക് കോൾ റെക്കോർഡിംഗ് ഫീച്ചർ, കോൾ റെക്കോർഡിംഗ് നമ്മൾ കയ്യിലുള്ളത് ഓൺ വെച്ചാൽ കോൾ റെക്കോർഡിംഗ് നേരെ സേവ് ആവുന്നത് ഇതിലേക്കായിരിക്കും, മറ്റേ നമ്മുടെ നോട്ട്സിലേക്കായിരിക്കും നമ്മൾ എക്സ്പോർട്ട് ചെയ്യും. ഈ വോയിസ് മെയിൽ അതൊക്കെ സംഭവം നമ്മളൊരാള് കോൾ ചെയ്ത് പുറത്തൊക്കെ ആൾക്കാർ അധികം യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ള സിൽമയിലൊക്കെ നമ്മള് ഒരാളെ കോൾ ചെയ്തിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ലാസ്റ്റ് നമുക്ക് വോയിസ് മെയിൽ ആയിട്ട് ആൾക്ക് പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞാൽ വോയിസ് മെയിൽ ആയിട്ട് നമുക്ക് നടക്കും. അപ്പൊ അത് യൂസ്ഫുൾ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ നമ്മളൊരു ബിസിനസ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണ്, ചിലപ്പോൾ ആൾക്കൊക്കെ സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മളൊരാൾ വിളിച്ചു ബിസിനസ് പർപ്പസിൽ, അപ്പൊ ആള് വിളിച്ച സമയത്ത് നമ്മൾ വേറെ മീറ്റിംഗ് ആയിരുന്നു. അപ്പൊ തിരിച്ച് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ തിരിച്ചു വിളിക്കും. അപ്പൊ ആരാണെന്ന സമയത്ത് എനിക്ക് ആൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആൾക്ക് പറയാനുള്ള കണ്ടന്റ് ആൾ വോയിസ് മെയിൽ ആയിട്ട് അയച്ചിട്ട് നമുക്ക് ആ കണ്ടന്റ് റെസ്പോണ്ട് ആയിട്ട് നമുക്ക് പിന്നെ ആള് ഡെലിവർ ചെയ്യാനോ ആ ഒരു കണ്ടന്റ്. അപ്പൊ അങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ് വോയിസ് മെയിൽ. ഞാനിത് ഓഫ് ആക്കി വെച്ചേക്കാണ്ട് എനിക്ക് പേഴ്സണലി ഇത് ആവശ്യമില്ല, പേഴ്സണൽ യൂസ് ചെയ്യാൻ എനിക്കധികം ആവശ്യമില്ല. അപ്പൊ അതും യൂസ്ഫുൾ ആയിട്ടൊരു ഫീച്ചർ തന്നെയാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിന്റെ നല്ല സൈഡ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിന്റെ ഈഗർലി ഇതിന്റെ ബാഡ് ക്യാമറ, ഒക്കെ ഞാൻ പറഞ്ഞത് നല്ല ക്യാമറയാണ്, നല്ലതാണ്. പക്ഷെ അതിന് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സമസ്യയില് സിനിമാറ്റിക് മോഡില് നമുക്ക് 4K 30 FPS വരുന്നു. 60 FPS ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ലതായിരുന്നു. നോർമൽ വീഡിയോയിൽ 4K 60 FPS വരെ കിട്ടും. അതല്ല സിനിമാറ്റിക് മോഡ് 30 FPS വരെ കിട്ടും. അതൊരു നെഗറ്റീവ് സൈഡാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ പോർട്രേറ്റ് എടുക്കുന്ന സമയത്ത് 1x 2x എങ്കിലും ഒരു ഫോട്ടോ ലെൻസിന് കൊടുത്തിട്ടുണ്ടായി നമുക്ക് അത് യൂസ്ഫുൾ ആയിരുന്നു. അതുകൂടി ഇല്ല. അപ്പം ഇത് രണ്ടും എനിക്ക് അവർക്ക് നെഗറ്റീവാണ്. അതേപോലെ തന്നെ നമ്മളിപ്പോ കുറെ നേരം വീഡിയോ ഷൂട്ട് ചെയ്യണം. നമ്മൾ സൺ എക്സ്പോസ്ഡ് ആയിട്ടുള്ള സ്ഥലത്തും അല്ലെങ്കിൽ പുറത്ത് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് വെച്ചാൽ ഫോൺ നല്ല രീതിക്ക് ഹീറ്റ് ആവും. ഹീറ്റ് ആവശ്യം നല്ല ഹീറ്റ് ആവും. ചെറിയ വാർത്തൊന്നുമില്ല, അത്യാവശ്യം കൈ പിടിക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെ ഹീറ്റ് ആവും. പിന്നെ ചില സമയത്ത് നമ്മളിപ്പോ ഒരു 1 ഹവറിലൊക്കെ നമ്മൾ ഫുള്ള് വ്ലോഗൊക്കെ എടുക്കുന്ന സമയത്ത് കുറെ നേരം വീഡിയോ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഹീറ്റ് ആയിട്ട് നമുക്ക് ഫോൺ ഒന്നും വരികയില്ല. ഒന്നുകിൽ ഫോൺ ഓഫോ അല്ലാതെ നല്ല ഹീറ്റ് ആയി പോകും. പിന്നെ അതുപോലെ നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് നമ്മൾ ഭയങ്കര ഹാർഡൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ കൊണ്ട് കുത്തിയിട്ട് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ബാറ്ററിക്ക് എഫക്റ്റ് ചെയ്യും, ഹീറ്റ് ആകുകയും ചെയ്യും. 80% ആ ഒരു സമയത്ത് അത് സ്റ്റോപ്പ് ആവും. നല്ല കാര്യമാണ് ഏത് പെർസ്പെക്റ്റീവിലും. ബാറ്ററിന്റെ സൈഡ് നോക്കുമ്പോൾ ഹീറ്റ് കൂടുതലാവുമ്പോൾ നമ്മൾ ചാർജ് ചെയ്യുന്നത് ബാറ്ററിക്ക് നല്ല അല്ലാത്തതാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. എന്നിട്ട് ഫോണിന്റെ ടെമ്പറേച്ചർ ഒന്ന് കുറയുന്ന സമയത്ത് അത് ചാർജ് ആവുന്നു. അത് ആക്ച്വലി അതൊരു നല്ല കാര്യമാണ്. പക്ഷെ നമുക്ക് നല്ല രീതിയിൽ ഹീറ്റ് ആവുന്നത് പ്രോസസ്സിംഗ് കൂടുതലുള്ള സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യും. ടാസ്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോ ഒരു ചെറിയ റീലൊക്കെ എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഷോർട്ടൊക്കെ ക്യാപ്കട്ടിലൊക്കെ ഇട്ടിട്ടോ അല്ലെങ്കിൽ VN-ലൊക്കെ വെച്ച് നമ്മൾ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് റെൻഡർ ചെയ്ത് എഡിറ്റ് ചെയ്യുമ്പോൾ വലിയ ഹീറ്റ് ആവില്ല. എഡിറ്റ് ചെയ്തിട്ട് റെൻഡർ ചെയ്യാനിടുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ഹീറ്റ് ആവും. ഈ ഹീറ്റ് എങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ പവർ കൺസ്യൂം ചെയ്ത് ചിലപ്പോൾ ചാർജ് ചെയ്യുന്ന സിറ്റുവേഷൻ വരും. ചിലപ്പോൾ ചാർജ് ഇടുന്ന സമയത്തായിരിക്കും അത് ഹീറ്റ് ആവുന്നത്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലൊക്കെ ഭയങ്കര അത് നെഗറ്റീവായിട്ട് നമ്മളെ എഫക്ട് ചെയ്യും. അല്ലാത്ത സമയത്ത് ഇപ്പൊ നമ്മൾ നല്ല രീതിയിൽ ഫോൺ ഹീറ്റ് ആയി നിൽക്കുമ്പോൾ നമ്മൾ കൊണ്ടേ ചാർജ് കൂടി 80% ഇല്ലാതെ ലോക്ക് ആവുന്നൊക്കെ നല്ല സൈഡ് തന്നെയാണ്. അപ്പം സൺ എക്സ്പോസ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ നമ്മൾ വീഡിയോ ഫോട്ടോ എടുക്കുമ്പോൾ നല്ല രീതിയിൽ ഹീറ്റ് ആവും. അത് ക്യാമറയുടെ ഒരു ബാഡ് ക്യാമറ വെച്ചാൽ പ്രോസസ്സിംഗ് ബാക്കിൽ നടക്കുന്നതുകൊണ്ടാണ് അതൊരു ബാഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ മെയിൻലി എനിക്ക് ഭയങ്കര കൺസേണിംഗ് ആയിട്ടുള്ള സംഭവമാണ് ഇതിന്റെ സ്റ്റോറേജ്. ഞാൻ കാണിച്ചതിൽ ഒരു മണ്ടത്തരം വേണേൽ പറയാം. പക്ഷെ എന്റെ ആ ഒരു സമയത്ത് ബഡ്ജറ്റ് അനുസരിച്ചാണ് ഫോൺ പർച്ചേസ് ചെയ്തത്. അപ്പൊ ആ സമയത്ത് എന്റെ ബഡ്ജറ്റ് 50K ആയിരുന്നു. അപ്പൊ എനിക്ക് 46 ഓഫർ കിട്ടിയ സമയത്ത് ഞാൻ പർച്ചേസ് ചെയ്തു. പക്ഷെ കുറച്ചുകൂടെ 256 ഒക്കെ മേടിക്കാൻ കുറച്ചുകൂടെ സ്റ്റോറേജ് കിട്ടായിരുന്നു. ഇതിലിപ്പോ എനിക്ക് 128 ആയതുകൊണ്ട് നിങ്ങൾക്ക് ആ കാണിച്ച വീഡിയോ കാണാൻ പറ്റും. ഒരു 100 ആയിരുന്നു ഓൾറെഡി സ്റ്റോറേജ് കൺസ്യൂം ചെയ്തിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ഒരു വീഡിയോ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന സമയത്തായിരിക്കും സ്റ്റോറേജ് കാണിക്കുക. അപ്പൊ ഞാൻ എന്തെങ്കിലും വീണ്ടും ഒരു മാക്കിലേക്ക് മാറ്റി അല്ലെങ്കിൽ വേറെ മാറ്റി പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ കളഞ്ഞ് അങ്ങനെയൊക്കെ എടുക്കാൻ ചെയ്യും. അപ്പൊ ആ സാധനം നമുക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഫയൽ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര സീനായിരിക്കും. അപ്പൊ ആ ഒരു സാധനം എനിക്ക് ഭയങ്കര നെഗറ്റീവ് ആയിട്ട് തോന്നി. സ്റ്റോറേജ് ഭയങ്കര സീനാണ്. നമുക്ക് എക്സ്റ്റേണൽ SD കാർഡ് ഇടാൻ പറ്റാത്തത് അതൊരു സീനാണ്. പിന്നെ നിങ്ങൾ അല്ലെങ്കിൽ എക്സ്ട്രാ കാശ് കൊടുത്ത് ക്ലൗഡ് സ്റ്റോറേജ് മേടിക്കും. അതിന് മന്ത്ലി 75 വെക്കാണ് 15 GB അല്ലെങ്കിൽ 5 GB നമ്മൾ എക്സ്ട്രാ മേടിക്കുന്ന സമയത്ത് നമുക്ക് 75 പറഞ്ഞ് വരും. നമ്മൾ ഒരിക്കലും മേടിച്ചു കഴിഞ്ഞാൽ മന്ത്ലി നമ്മൾ ആമസോൺ പ്രൈം അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ഒക്കെ എടുക്കുന്ന പോലെ പ്രീമിയം പോലെ ഇങ്ങനെ പേ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഓൾറെഡി എന്തായാലും കുറെ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ മന്ത്ലി EMI ബാങ്കുകളിൽ ഉണ്ടാവും. അതിന്റെ കൂടെ അതും കൂടെ ചേർക്കുന്ന സമയത്ത് വേണ്ട, അതൊരു ബേർഡനാവും. അതുകൊണ്ട് ഞാൻ അത് മേടിച്ചിട്ട് എക്സ്ട്രാ ഒരു ഹാർഡ് ഡിസ്ക് ഉണ്ട്, ഹാർഡ് ഡിസ്കിലേക്ക് മാറ്റില്ല ലാബിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. സോ അപ്പൊ അത് ഒരു നെഗറ്റീവ് സൈഡായിട്ട് എനിക്ക് ഐഫോൺ സൈഡിലുണ്ട്. ചില ഐഫോണിന്റെ സൈഡിൽ നല്ല 128 വേരിയന്റ്, നമ്മൾ കോണ്ടന്റ് ക്രിയേറ്റർ ആണ് ഉദ്ദേശിക്കുന്ന ഒരാളെ എന്തായാലും 128 വേരിയന്റ് എടുക്കരുത്. മിനിമം 256 എങ്കിലും എടുക്കാം. പിന്നെ ഇതിന് എനിക്ക് നെഗറ്റീവായിട്ട് വെച്ചാല് ഈ സ്മഡ്ജസ് നമ്മള് എവിടെ ഗ്ലോസി ഫിനിഷ് ആണെങ്കിൽ കൂടി ഗ്ലാസ് ആണെങ്കിൽ കൂടി എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറെ നേരം യൂസ് ചെയ്യാൻ കുറെ സ്മഡ്ജസ് വരും. എനിക്ക് അത്രത്തോളം നിങ്ങളെ കാണാൻ പറ്റും എനിക്കറിയില്ല. എന്തായാലും നല്ല രീതിക്ക് സ്മഡ്ജസ് വരും. പിന്നെ ഞാനിത് നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. എന്റെ കയ്യിൽ 1-2-3 തവണ ഫോൺ താഴെ വീഴുന്നുണ്ട്. അത് പിന്നെ ഞാൻ സ്ക്രീൻ കാർഡ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റാത്തത്. ഈ സൈഡിലൊക്കെ ചെറിയ സ്ക്രാച്ച് വീണിട്ടുണ്ട്. 2-3 തവണയൊക്കെ വീണിട്ടുണ്ട്. ചില ബെഡിലേക്ക് അല്ലാതെ ചെറിയ സൈഡ് എവിടെയും തട്ടിയിട്ട് അങ്ങനെയൊക്കെ ആവാറുണ്ട്. അല്ലാതെ വലിയ വീഴ്ചയൊന്നും വീണിട്ടില്ല. പിന്നെ ഇപ്പോ പ്ലസ് എടുക്കാത്തോളം നമുക്ക് വാറന്റി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നെഗറ്റീവ് സംഭവമാണ്. അപ്പം താഴെ വീട് കഴിഞ്ഞിട്ടും എനിക്ക് വലിയ രീതിയിൽ എഫക്റ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ നമ്മളെ സ്ലിപ്പായി പോകാൻ ചാൻസ് ഉണ്ടോ? ഹാൻഡി ആണെങ്കിൽ കൂടി നമ്മളെ കയ്യിൽ ഒന്നെങ്കിൽ വഴുതി പോകാൻ അങ്ങനെയൊക്കെയുള്ള ചാൻസ് ഉണ്ട്. ഡിസൈനില് കുറച്ചുകൂടെ നല്ല ഡിസൈൻ ആക്കി കൊണ്ടുവന്നതാണ് അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ സ്മഡ്ജസ് ഒക്കെ വരുന്ന ഒരു നെഗറ്റീവ് സാധനമാണ്. ചില നല്ല നല്ല വൃത്തി കൊണ്ടുനടക്കാമെന്ന് മനസ്സിൽ ഉദ്ദേശിക്കുന്നില്ല. എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത്. ഫോറേനായാലും ഇതിന്റെ കാര്യമൊക്കെ പറയുന്നത് ഞാൻ മെയിൻലി എടുത്ത് പറയുന്നതാണ്. പിന്നെ എനിക്ക് ഇതിന്റെ സൈഡിലെ നെഗറ്റീവ് ആയിട്ടുള്ളത് ഈ പോർട്ടാണ്. ലൈറ്റ്നിങ് പോർട്ടായി ഞാൻ മേടിക്കുന്ന സമയത്ത് 15 ഇറങ്ങിയിട്ടുണ്ട്. 16 ലോഞ്ച് ആവാൻ പറ്റുന്ന സമയത്തായിരുന്നു മേടിച്ചത്. പക്ഷെ എനിക്ക് ആ ഒരു സമയത്തുള്ള ബഡ്ജറ്റില് എനിക്ക് 15 മേടിക്കാനുള്ള ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത് മേടിച്ചത്. അതുകൊണ്ട് തന്നെ ലൈറ്റ്നിങ് പോർട്ട് എനിക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഈ ലോഞ്ചിന്റെ കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എക്സ്റ്റേണലി നോക്കുമ്പോൾ അതൊക്കെയാണ്. പിന്നെ ക്യാമറയിൽ ഞാൻ പറഞ്ഞത് ഇഷ്യൂ എനിക്കുള്ള 2x സിനിമാറ്റിക് പോർട്ടായിട്ടുള്ളതൊക്കെയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. പിന്നെ ഇതിൽ നമുക്ക് ആൻഡ്രോയിഡ് ഡിവൈസ് ഒക്കെ ആയിട്ട് എന്തെങ്കിലും ഫയൽ ഷെയർ ചെയ്യാൻ വിൻഡോസ് ആയിട്ട് ഫയൽ ഷെയർ ചെയ്യാന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കഷ്ടപ്പാടാണ്. വിൻഡോസിലെ ആണെങ്കിൽ ഒരു ആപ്പ് വെച്ചിട്ട് നമുക്ക് കഷ്ടപ്പെട്ടിട്ട് ചെയ്യേണ്ടി വരും. അതേപോലെ ഫയൽ മിസ് ഔട്ടൊക്കെ ബാക്കപ്പ് പോലും ഇല്ലാതെ കഷ്ടപ്പെടും. ഞാൻ ഒരുപാട് തവണ ഫേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു ഭയങ്കര ലിമിറ്റേഷൻ ആണ്. ഇപ്പൊ ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ അതൊരു ഭയങ്കര കൺസേൺ സാധനമാണ്. പിന്നെ നമുക്ക് ആപ്പിള് ഷെയർ ചെയ്യാൻ ഭയങ്കര ജസ്റ്റ് അത് എയർഡ്രോപ്പ് ചെയ്യാൻ പറ്റും. കോണ്ടാക്ട്ലെസ് ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട്ലെസ് ജസ്റ്റ് പൊട്ടിച്ച് കഴിഞ്ഞാൽ തന്നെ പ്രോപ്പർ കോണ്ടാക്ട്ലെസ് ആണ്. നമുക്ക് അക്സെപ്റ്റ് ചെയ്താൽ തന്നെ ജസ്റ്റ് നമുക്ക് അത്രയും ഭയങ്കര സ്പീഡായിട്ട് തന്നെ എയർഡ്രോപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ ആൻഡ്രോയിഡ് ഡിവൈസ് ആയിട്ട് ഷെയർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കുറച്ച് ടാസ്ക് പരിപാടിയാണ്. അപ്പോൾ ഒരു ആൻഡ്രോയിഡ് ഡിവൈസിൽ ഒരാൾക്ക് നമ്മൾ ഐഫോണിൽ ഫോട്ടോ എടുത്ത് ഷെയർ ചെയ്തെടുക്കാന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാമിൽ അങ്ങനെയൊക്കെ അയക്കാൻ വരും. എന്നാലും എത്രത്തോളം ക്വാളിറ്റി നമുക്ക് ഇതിൽ കിട്ടുന്ന ക്വാളിറ്റി കിട്ടുന്നതായാലും ഉറപ്പില്ല. ഇതിന്റെ ഡിസ്പ്ലേ നമ്മൾക്ക് ഇതിന്റെ ഒരു ഐഫോണിന്റെ ഫോട്ടോ എടുത്തിട്ട് ഈ ഐഫോണിന്റെ ഡിസ്പ്ലേയിൽ കിട്ടുന്ന ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ഒരു ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് വേറെ ഒരു ആൻഡ്രോയിഡ് ഡിവൈസിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഡിവൈസിലേക്ക് മാറ്റാൻ നമുക്ക് കിട്ടൂല. അപ്പോൾ ഈ ഫോട്ടോ ഇങ്ങനെയാണോ ആളെടുത്തത്? അത്തരത്തിൽ എനിക്ക് ഡൗട്ട് വന്നിട്ടുണ്ട്. പല സമയത്ത് ഞാൻ വേറെ ഫ്രണ്ട്സിനൊക്കെ എടുക്കുന്ന സമയത്ത് ഫോട്ടോ അവർക്ക് അയച്ചു കൊടുക്കുന്ന സമയത്ത് അവരുടെ കാണുന്ന ചിലപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി കുറവായിരിക്കും. മേ ബി നമ്മൾ സെൻഡ് ചെയ്തെടുക്കുന്ന മെത്തേഡ് പ്രശ്നമായിട്ട് ഫയലായിട്ട് മീൻസ് ഡോക്യുമെന്റ് ആയിട്ടായിരിക്കും ഈ ഒരു വിഷയം ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫയൽ ട്രാൻസ്ഫർ കുറച്ച് കൺസേണിങ് സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രോസസ്സിങ് ഞാൻ പറഞ്ഞു ഓൾറെഡി ഇങ്ങനെ വീഡിയോ എൻട്രി അതേപോലെ തന്നെ ചില സമയത്തൊക്കെ എനിക്ക് ഗ്ലിച്ചസും ബഗ്സും ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ 13 ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് ഗ്ലിച്ചടിക്കും, ചില നോട്ടിഫിക്കേഷൻ എല്ലാ സമയത്ത് ഗ്ലിച്ചടിക്കാറുണ്ട്. അങ്ങനെ കുറെ സ്ഥലത്തൊക്കെ ഗ്ലിച്ചുകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇതുവരെ അപ് ടു ഡേറ്റ് ആയിരുന്നു. 26 ബീറ്റ വെർഷനെ ഞാൻ ചെയ്തിട്ടില്ല. ഗ്രീൻ ലൈൻ എന്നുള്ള വീഡിയോ ആണ് ഒബ്വിയസ്ലി എനിക്ക് പേടിക്കും. കാരണം ഇപ്പൊ എന്റെ വാറന്റി എക്സ്പയർ ആയിട്ടുണ്ട്. എന്റെ VR എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല. ഇതുവരെ 18.6 വരെ അപ് ടു ഡേറ്റ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കും. കാരണം 13 കുറെ പേർക്ക് ഗ്രീൻ ലൈൻ ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട്. എനിക്കിതുവരെ വന്നിട്ടില്ല. അങ്ങനെ
അപ്പൊ ഡിസ്പ്ലേന്റെ സൈഡിൽ എനിക്ക് ഇതുവരെ ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടില്ല. പിന്നെ സ്റ്റോറേജിന്റെ ഇഷ്യൂ ആണ് ഇതുവരെ എനിക്ക് നല്ല രീതിയിൽ ഫേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ചാർജർ, നമുക്ക് ബോക്സിൽ ചാർജർ വരില്ല. അപ്പൊ ചാർജർ നമുക്ക് 25 വോൾട്ട് സപ്പോർട്ട് ചെയ്യും, 30 വോൾട്ട് സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പൊ 30 വോൾട്ടിൽ നമ്മളത് വയർ ചാർജ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഓൾമോസ്റ്റ് ഒരു 1.5 hours നമുക്ക് ഫുൾ ചാർജ് ആവാനും 80% കയറും. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറണമെങ്കിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒപ്റ്റിമൈസ്ഡ് മോഡലാണ് 80 വരെ ഒപ്റ്റിമൈസേഷൻ ഓൺ ആക്കിയിട്ടൊക്കെ. ഇപ്പൊ 15 അങ്ങോട്ട് കയറുന്ന നമുക്ക് ലോക്കാണ് ഓപ്ഷൻ. ഇപ്പൊ 90 വരെയൊക്കെ ആണെങ്കിൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ അതുപോലെ തന്നെ സൈക്കിള് ഇപ്പോ ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്ന സമയത്ത് 20 ആവുന്ന സമയത്ത് ചാർജ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഒന്നാണ് ലോസ് കണ്ടീഷൻ അതിൽ 10 ആകുമ്പോഴത്തേക്കും എന്തായാലും ഞാൻ ചാർജ് ചെയ്യും. 0 to 100 എന്നുള്ള സൈക്കിൾ ഞാൻ മെയിൻലി ചെയ്യാറില്ല. പിന്നെ എന്തെങ്കിലും കോണ്ടന്റ് എനിക്ക് ഭയങ്കര വ്യക്തി വ്ലോഗ് എടുക്കാൻ തന്നെ 100 ആകും. എന്നിട്ട് ഞാൻ പവർ കയ്യിൽ വെക്കാറുണ്ട്. 20 കിലോമീറ്റേഴ്സ് നമുക്ക് കിട്ടാനില്ല. അപ്പൊ ബാറ്ററിന്റെ സൈഡും എനിക്കൊരു നെഗറ്റീവ് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം നമുക്ക് ഒരു ഫുൾ ടൈം നമുക്ക് വ്ലോഗ് എടുക്കാനോ ഒരു 2.5 hours മുന്നേ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് മുകളിൽ വീഡിയോ എടുക്കാനൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തായാലും ബേസ് വേരിയന്റ് 13 ഒരിക്കലും പറ്റില്ല. ബേസ് വേരിയന്റ് 16 ആയാലും 14 ആയാലും 15 ആയാലും ബേസ് വേരിയന്റ് നമുക്ക് അത്രയും പറ്റില്ല. അപ്പൊ 15+ ആണ് ഇതിന് ഇറങ്ങിയ ഏറ്റവും കൂടുതൽ ബാറ്ററി ലൈഫുള്ള ഒരു ഫോണായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഇപ്പൊ 16 Pro Maxന്റെ ആയാലും എനിക്കറിയില്ല, ഈ വരാൻ പോകുന്ന 17 Pro Maxന്റെ ആയാലും എനിക്കറിയില്ല. അപ്പൊ ആ 2 കേസ് ഒഴിച്ചു കഴിഞ്ഞാൽ 15+-ലൊക്കെയാണ് ബാറ്ററി എടുത്ത് കൂടുതൽ. ഇതിന്റെ 13 എനിക്ക് ബാറ്ററി ഭയങ്കര നെഗറ്റീവ് ആയിട്ടാണ് തോന്നിയത്. പക്ഷേ നമുക്കൊരു നോർമൽ യൂസറാണ്. ഓഫീസിലൊക്കെ പോകുന്ന യൂസാണെങ്കിൽ എനിക്ക് അങ്ങനെ യൂസ് വരില്ല. ജസ്റ്റ് കോൾ ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റസ് കോൾ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വീഡിയോ പോസ്റ്റ് ചെയ്യുക, ചെറിയൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിൽ വന്ന് കുറച്ച് നേരം റീൽസ് കോൾ ചെയ്യുക, ഫോൺ സംസാരിക്കുക, അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യുക, അങ്ങനത്തെ സംഭവമൊക്കെയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ഒരു 1 day നൈറ്റ് ഒക്കെ നമുക്ക് ചാർജ് ചെയ്താൽ മതി. പക്ഷെ അല്ലാതെ നമുക്ക് വീഡിയോ ഷൂട്ടിങ് വീക്കെൻഡ്സിലൊക്കെ ഫോട്ടോസ് ഒക്കെ എടുത്ത് വീഡിയോസ് ഒക്കെ എടുത്ത് കുറച്ചു നേരം സംസാരിച്ച് ലോങ് ആയിട്ട് നമ്മൾ എവിടെയെങ്കിലും പോകുക, അങ്ങനത്തെ സിറ്റുവേഷനിൽ എനിക്ക് എന്തായാലും 1 2 ചില ദിവസങ്ങൾ 3 ഞാൻ ചാർജ് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് എന്റെ ബാറ്ററി ഹെൽത്തും കുറഞ്ഞിട്ടുണ്ട്. ബാറ്ററി ഹെൽത്തിനെ പറഞ്ഞിട്ടാണ് ഇതിനെപ്പറ്റി പറയാൻ പറ്റുന്നത്. ഓൾറെഡി വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുള്ള ഇതിന്റെ ബാറ്ററി ഹെൽത്ത് ഇപ്പോൾ 88% ആയിട്ടുണ്ട്. അതെന്റെ പവർ യൂസ് ചെയ്യുന്നത് മാത്രമാണ്. കാരണം ഞാനിത് യൂസ് ചെയ്ത സൈക്കിൾ ഏകദേശം ഒരു 500 അടുത്തായിട്ടുണ്ട്. അപ്പൊ മേടിച്ചിട്ടൊരു 1 year പറയുമ്പോൾ ഏകദേശം ഒരു 356 days, 356.5 days, അത്രയും ഡേയ്സ് ആണ് 1 year. അപ്പൊ അതിലും കൂടുതൽ 500 സൈക്കിൾ കൊണ്ട് ഞാൻ എന്തായാലും 1 day ആവറേജ് എന്തായാലും 2.5 times ഞാൻ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൈക്കിൾ പോകുന്നത്. അപ്പൊ അതിന്റെ ഹാർഡ് യൂസ് കൊണ്ടാണ്. സ്റ്റിൽ ഇതിന്റെ ബാറ്ററി ഹെൽത്ത് നമ്മൾ കൺസേൺ ചെയ്യുന്ന ഒരു സംഭവമാണ്. കാരണം വെച്ചാൽ ഐഫോൺ യൂസേഴ്സ് ആയാലും മാക് യൂസേഴ്സ് ആയാലും ആരായാലും ഇപ്പോൾ ബാറ്ററി ഹെൽത്ത് എപ്പോഴും ചെക്ക് ചെയ്യും. ഞാൻ ചെക്ക് ചെയ്യുന്ന ഒരാളാണ്. പേഴ്സണലി ഞാൻ ഭയങ്കര കൺസേൺ അല്ല, ബട്ട് സ്റ്റിൽ ഞാൻ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ 100% എനിക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് 99 വരെ 4 months ഒക്കെ എടുത്തു. അവിടുന്ന് പിന്നെ ഒരു പ്ലാസ്റ്റിക് അത്രയ്ക്കും ഭയങ്കര റാപ്പിഡ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആയിരുന്നു. 90 വരെ പെട്ടെന്ന് ഡ്രോപ്പ് ചെയ്തത്. ഫസ്റ്റത്തെ 99 to 98 1 month എടുത്തു. പിന്നെ 1 week ട്വൈസിന്റെ വീക്കൊക്കെ ആയിട്ട് എനിക്ക് ബാറ്ററി എടുത്ത് ഡ്രോപ്പ് ആയി. ഇപ്പൊ ഞാൻ റീസെന്റ് 90 ബാറ്ററി എടുത്ത് എനിക്കൊരു 1.5 months 2 months ഒക്കെ കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പൊ 89 ആയി. 1 month മുന്നേ 1.5 month ഗ്യാപ്പിൽ 88ലേക്ക് ഡ്രോപ്പ് ചെയ്തു. അപ്പൊ ബാറ്ററി ഹെൽത്തിന്റെ ആണെങ്കിൽ അങ്ങനെയാണ്. നമ്മളൊരു പവർ യൂസർ ആണ് എന്തായാലും പെട്ടെന്ന് ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പ് ആവും. പ്രോ അല്ലെങ്കിൽ പ്രോ മാക്സിന്റെ ആയാലും എനിക്ക് കറക്റ്റ് അറിയില്ല. അതിലും ബാറ്ററിക്ക് നമ്മൾ പവർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഗെയിമിംഗ് ഗെയിംസ് ഒക്കെ മെയിൻലി പ്രോ മാക്സ് പ്രോ ഒക്കെ എടുക്കുന്നതാണ്. അപ്പം അവർക്കും എന്തായാലും അത്രയും പവർ കൺസംഷൻ വരുന്ന സമയത്ത് ബാറ്ററി ഹെൽത്ത് അത്രയും ഡ്രോപ്പ് ആവും എന്നാണ് എന്റെ ഒരു അറിവ്. നിങ്ങളൊരു പ്രോ മാക്സ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ബാറ്ററി ഹെൽത്ത് ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. പിന്നെ നമ്മളെല്ലാവരും ഫോൺ മാത്രം യൂസ് ചെയ്യാനാണ്. അത്രയും കാശ് ഫോൺ മേടിച്ചിട്ട് നമ്മുടെ ചില്ല് കൂട്ടി വെക്കാനൊന്നും എല്ലാവരും ഭാവന. അപ്പൊ എന്തായാലും എല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ബാറ്ററി ഹെൽത്ത് പോയിപ്പോ നമുക്ക് ഇതിൽ ബാറ്ററി ഹെൽത്ത് കാണിക്കുന്നതാണ്. ആൻഡ്രോയിഡ് ഡിവൈസിൽ ഇതേപോലത്തെ ഒരു ഡ്രോപ്പ് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ അറിയുന്നില്ല എന്നുണ്ടായിരുന്നു. നമ്മളിപ്പോ ഡെയിലി ഇപ്പൊ ആൻഡ്രോയിഡ് ഡിവൈസ് വാങ്ങുന്ന സമയത്ത് ഫസ്റ്റ് ടൈം ഒക്കെ നമുക്ക് 2 days ഒക്കെ കിട്ടും. നോക്കാനുള്ള ഫോണൊക്കെ 2 days 3 days ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അത് നമ്മള് ഒരു 1 2 3 years ഒക്കെ നമ്മൾ നല്ല പവർ യൂസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാല്
1 ഇയറിൽ തന്നെ യൂസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ആ ഒരു 2 days ഒക്കെ കിട്ടുന്ന എന്തായാലും മൺഡേ കിട്ടുന്ന ചിലപ്പോൾ ഒരു ട്വൈസിന്റെ നമുക്ക് ചാർജ് ചെയ്യുന്ന സിറ്റുവേഷൻ വരും. അപ്പൊ നമ്മള് ബാറ്ററി ഹെൽത്ത് കാണാത്തത് നമുക്ക് അറിയിക്കാവുന്നതായിരുന്നു. സോ ബാറ്ററി ഹെൽത്ത് കാര്യത്തിൽ എനിക്കത് ഓക്കെ ആയിട്ട് തോന്നുന്നു. ഭയങ്കര ബാഡായിട്ട് പറയാൻ പറ്റില്ല, തീരെ കിട്ടുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ 100 ആവുന്ന സമയത്ത് 88 ബാറ്ററി ഹെൽത്ത് ആവുന്ന സമയത്ത് ഞാൻ ഏകദേശം ഒരേപോലെ എനിക്ക് ബാക്കിൽ ഫീൽ ചെയ്യുന്നത്. നമ്മള് 100 ആവുന്ന സമയത്തേക്ക് 2 ദിവസം കിട്ടിയപ്പോ 88 ആവുന്ന സമയത്ത് 2 ദിവസം കിട്ടില്ല. അങ്ങനത്തെ ഒരു ചേഞ്ച് ഒന്നും ഇല്ല. അതിന്റെ ആകെ 3000 MAHന്റെ ബാറ്ററിയാണ്. അപ്പൊ അത്രയും പെർസെന്റേജിന്റെ യാതൊരു ഭയങ്കര മൈന്യൂട്ട് ആയിട്ടുള്ള ചേഞ്ചസ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ഇനിയിപ്പോ ഒരു 80 കിലോ ഒക്കെ വരുന്ന സമയത്ത് 17 ഒക്കെ ആവുന്ന സമയത്താണ് നമ്മൾ ബാറ്ററി ചേഞ്ച് ചെയ്യുന്ന സിറ്റുവേഷൻ വരുന്നത്. ഏകദേശം ഒരു 2 വർഷമൊക്കെ ആയിട്ടുള്ളൂ. അപ്പൊ നമുക്കൊരു ബേസിക് യൂസ് ആയിട്ട് സെക്കൻഡറി ഫോണായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാന്നുള്ളത്. ഞാൻ മെയിൻലി ഫേസ് ചെയ്യാൻ പറഞ്ഞല്ലോ, സ്റ്റോറേജിന്റെ ഇഷ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, പിന്നെ ക്ലിക്സസും ബഗ്സും ഒക്കെ ഞാൻ പറഞ്ഞു, തീരെ ക്ലിച്ചും ബഗ്സും ഒന്നും ഇല്ലാത്ത നല്ല ഫോണുമല്ല. പിന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലായാലും നമുക്ക് എപ്പോഴും സെക്യൂരിറ്റി പാച്ച് ആയാലും അല്ലാതെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ആയിട്ട് കറക്റ്റ് അപ് ടു ഡേറ്റ് ആയിട്ട് ഐഫോൺസ് ആയിട്ട് തരുന്നുണ്ട്. നമുക്കൊരു മേജർ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ബഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് സെക്യൂരിറ്റി പാച്ചസും അതേപോലെ തന്നെ ബഗ് ഫിക്സിംഗ് ഒക്കെ ആയിട്ട് ആ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ആരെങ്കിലും ആപ്പിൽ ഇതിന് ഭയങ്കര ഇൻസ്റ്റഗ്രാം ഒക്കെ ഭയങ്കര ഒപ്റ്റിമൈസ്ഡ് ആയിട്ടാണ് വർക്ക്. അപ്പൊ നമ്മളൊരു സ്റ്റോറി ചെയ്യുന്ന സമയത്തൊക്കെ ആയിട്ട് നമുക്ക് ആ ഒരു ഫോട്ടോ സ്റ്റോറിയിൽ മാറ്റുന്ന സമയത്ത് കുറച്ച് നമ്മളെ സൂമായിട്ട് പിക്ചർ അതിന് കറക്റ്റ് കട്ടായിട്ട് വരുന്ന രീതിയിൽ നമ്മള് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്ന സമയത്തായാലും നമുക്ക് ഭയങ്കര ഒരു HDR കണ്ടന്റ് കൺസ്യൂം ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റഗ്രാം. അപ്പൊ അതിനനുസരിച്ചുള്ളൊരു ലൈക്ക് ഔട്ടാണ് നമുക്ക് ഈ ഒരു ക്യാമറ ഉണ്ടാവും. അപ്പൊ ആ ഒരു സൈഡ് എനിക്ക് നല്ലതായിട്ടാണ്. പക്ഷെ നമുക്ക് ഇൻസ്റ്റഗ്രാമിന്റെ സൈഡിൽ കുറച്ച് ഒപ്റ്റിമൈസ്ഡ് ആവാനുണ്ട്. ചില സ്ഥലത്തൊക്കെ എനിക്ക് ഗ്ലിച്ചസ് ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ട് ആപ്പിന്റെ സൈഡിൽ. വാട്സപ്പ് തീരെ ഒപ്റ്റിമൈസ്ഡ് ഉണ്ടല്ലോ. വാട്സപ്പിന്റെ സൈഡ് എന്താണെന്ന് അറിയില്ല. എനിക്ക് ഐഫോൺ യൂസ് ചെയ്ത സമയത്ത് വാട്സപ്പിൽ കുറേ ഡ്രോബാക്സ് ചെയ്യുന്നുണ്ട്, കുറേ ബഗ്സ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. കോൾ ചെയ്യുന്ന സമയത്ത് ഓരോ സാധനം മിനിമൈസ് ചെയ്ത് യൂസ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ അതൊക്കെ എനിക്ക് നെഗറ്റീവ് ആയിട്ടാണ് തോന്നിയിരുന്നത്. ഇൻസ്റ്റഗ്രാം കുറച്ച് ഒപ്റ്റിമൈസ്ഡ് ആണ്, വാട്സപ്പ് അത്ര ഒപ്റ്റിമൈസ് ഇല്ല. അപ്പൊ ഈ ഒരു സാധനം എനിക്ക് നെഗറ്റീവ് ആയിട്ട് തോന്നിയ സാധനമാണ്. പിന്നെ എനിക്ക് മെയിൻലി വേറെ നെഗറ്റീവ്സ് സിമ്മിന്റെ കാര്യം. പിന്നെ ഇപ്പോൾ അധികം എല്ലാവരും സിംഗിൾ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സിമ്മിന്റെ കാര്യം എടുത്ത് പറയേണ്ട കാര്യം, പക്ഷേ ഈ സിം ഉള്ളതുകൊണ്ട് ഒരു സിം ഈ സിം ആയിട്ട് സിം അല്ലാതെ ഫിസിക്കൽ സിം ആയിട്ട് യൂസ് ചെയ്യും. പിന്നെ നമ്മളത് കണ്ടോ, ഇങ്ങനെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ക്യാമറ ഇതിന്റെ വേലയുണ്ട്. ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ ഫ്ലാഗ്ഷിപ്പ് ഫോണിലും ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ്. നമ്മളൊരു കേസ് യൂസ് ചെയ്യുന്ന ഒരു ക്യാമറ അപ്പം ഇവിടെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കവർ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ കവറും കൂടെ ഇട്ടുകഴിയുമ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റ് കൂടും. നമുക്ക് ഇത് ഇങ്ങനെ നീക്കടായിട്ട് പിടിച്ച് യൂസ് ചെയ്യാനാണ് എനിക്കും താല്പര്യം, എല്ലാ ഐഫോൺ യൂസേഴ്സിനും താല്പര്യം. പക്ഷെ ഒന്ന് ഡ്രോപ്പ് ആയി കഴിഞ്ഞാൽ എല്ലാം തീരും. അതുകൊണ്ട് എല്ലാവരും തേച്ചിട്ട് ഉപയോഗിക്കും. അപ്പൊ എന്തായാലും ആ ഒരു ക്യാമറ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് കൺവീനിയന്റ് ആയിട്ടുള്ള പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ സ്ക്രാച്ച് സീനാണ്. പിന്നെ വെച്ചാല് ഈ പറഞ്ഞ നമുക്ക് കയ്യിലൊക്കെ വെച്ചിട്ട് ക്യാമറ സ്മച്ച് ചെയ്തിട്ട് നമ്മുടെ ക്യാമറ തുറക്കാതെ ഫോട്ടോ എടുത്താൽ 5 കഴിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഡിസൈൻ പെർസ്പെക്റ്റീവ് നോക്കുന്നവർക്ക് ഒരു ഡ്രോബാക്ക് ആയിട്ടേ കാണാൻ പറ്റുള്ളൂ. പിന്നെ പറഞ്ഞിട്ടുണ്ട് ചാർജിങ് പോർട്ട് ലൈറ്റ്നിങ് ആയതുകൊണ്ട് നമുക്ക് എല്ലാ സ്ഥലത്തും ഉപയോഗിക്കാൻ പറ്റില്ല. 15 ഇറങ്ങിയതുകൊണ്ട് 15 സി ടൈപ്പ് പോർട്ട് വരുന്നുണ്ട്. അപ്പൊ സി ടൈപ്പിലൊക്കെ നമുക്ക് ഏത് ഫോണിന് വേണമെങ്കിലും അല്ലെങ്കിൽ ഏത് ഫോണിന്റെ ചാർജർ കണക്ട് ചെയ്യാം. ആപ്പിള് റെക്കമെൻഡ് ചെയ്യാവുന്ന ചാർജർ തന്നെയാണ് ആ ഒരു ടൈപ്പിന്റെയാണ്. പക്ഷേ സി ടൈപ്പിന്റെ പക്ഷെ നമുക്ക് ഇതിലാണ് ചാർജ്. പിന്നെ അഡാപ്റ്റർ ആണെങ്കിലും ഇതിന്റെ കൂടെ നമുക്ക് അഡാപ്റ്റർ വരാത്തുള്ള ആപ്പിളിന്റെ അഡാപ്റ്റർ 1900 സംതിങ് ആണ് ആ റേറ്റ് വരുന്നത്. ഇപ്പൊ വരുന്ന 15,000 മേലെ റേറ്റ് വരുന്നുണ്ടാവും. പിന്നെ ഇതിന്റെ ലൈറ്റ്നിങ് ചാർജ് ആ കേബിളിന് 2000 പ്ലസ് എങ്ങനെ ചാർജ് ആയി 2500 സംതിങ് ഇതിന്റെ ലൈറ്റ്നിങ് കേബിളിന് ചാർജ് ചെയ്യുന്നത്. സോ ഐഫോൺ അങ്ങനെ ആപ്പിളിലേക്ക് നിങ്ങൾ മാറുകയാണെങ്കിൽ യു ആർ ഗോയിങ് ടു ബി സോ ലക്ഷറീസ് മെയിൻ്റെനൻസ് കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്. ഇതിന്റെ ഓരോ സാധനങ്ങളും മേടിക്കാൻ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കോസ്റ്റ് ആവും. അത് നെഗറ്റീവ്. കാരണം നമ്മൾ അത്രയും കാശ് കൊടുത്ത സാധനം മേടിച്ചാൽ അതിന്റെ ഓരോ പാർട്സിന് അതിലേറെ കാശ്. അപ്പൊ ആനയെ മേടിക്കാൻ പൂട്ടി മേടിക്കാൻ പൈസ ഇല്ല കമന്റ്സ് ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷെ ആനയെ മേടിക്കുന്ന ഒരാളെ വെച്ചിട്ടുണ്ടെങ്കിൽ മേ ബി നല്ലൊരു സാധനമാണ് കുറെ കാലത്ത് യൂസ് ചെയ്യാത്ത രീതിയിലാണ് ഈ ഒരു ആനയെ നമ്മൾ മേടിക്കുന്നത്. പക്ഷെ ഈ ആനയുടെ മെയിൻ്റെനൻസ് അത്രയും കൂടുന്ന സമയത്ത് നമ്മൾ നല്ല കൺസേൺ ആവും. പിന്നെ ഇതിന്റെ കൂടെ നമ്മളിപ്പോ എയർപോർട്സ് സാധനങ്ങളൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി മാറിക്കഴിഞ്ഞാല് പിന്നെ നമുക്ക് അതിന്റെ ഒരു തിരിച്ചുപോക്കുണ്ടല്ലോ. അപ്പൊ ഞാനിപ്പോ ആപ്പിളിലേക്ക് മാറി ഐഫോണിലേക്ക് മാറിയ സമയത്ത് ആൻഡ്രോയിഡിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ തന്നെ ഇഷ്ടമില്ല. കാരണം വെച്ചാല്
അത്രയും നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും അതേപോലെ തന്നെ അത്ര സ്മൂത്ത് ആയിട്ട് ഒരു സാധനത്തിൽ നമ്മൾ പിന്നെ ആൻഡ്രോയിഡിലേക്ക് പോകാറ് ഭയങ്കര രീതിയിൽ നമുക്കൊരു ഇനി അങ്ങനെ ചെയ്യാൻ നമുക്ക് ഭയങ്കര ഫ്രിക്ഷൻ ഫീൽ ചെയ്യാം. അപ്പൊ ആ ഒരു സാധനം പിടിച്ചെടുത്താൽ എന്തൊക്കെയോ സാധനങ്ങൾ ആപ്പിളിന്റെ സൈറ്റിലുണ്ട്. ഫ്രം സ്റ്റാർട്ട് നമ്മൾ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ആപ്പിൾ നമ്മൾ അതിലേക്ക് വലിച്ചടുപ്പിച്ചുകൊണ്ടിരിക്കുക. അതാണ് അൺബോക്സിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. ഭയങ്കര മൈന്യൂട്ട് ആയിട്ടുള്ള കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ആപ്പിൾ അതിന്റെ ഓരോ പ്രോഡക്റ്റ് ഇറക്കുന്നത്. ഇപ്പം ഐഫോൺ ആയാലും മാക് ആയാലും എയർപോർട്ട് ആയാലും ഐവാച്ച് ആയാലും ഏതായാലും ഏത് സംഖ്യ ഇപ്പോൾ വിഷൻ പ്രോ ആയാലും അതേപോലെ തന്നെ നമുക്ക് ഐപാഡ് അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് ആപ്പിളിൽ. ഹെഡ്ഫോൺസ് പ്രോ എയർപോർട്സ് പ്രോ മാക്സോ എയർപോർട്സ് മാക്സോ അങ്ങനെ ആ സാധനമൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇമോസ്റ്റ് ആയിട്ട് നമ്മൾ ആ ഒരു ഓഡിയോ ക്വാളിറ്റി വിഷൻ പ്രോ ഒക്കെ നമുക്ക് നമ്മളെ ഫിംഗർ ടിപ്പിൽ നമുക്ക് ഓരോ കൺട്രോൾസ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ആ ഒരു ഡിജിറ്റൽ ഇതിനകത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചങ്ങോട്ടൊരു വരവില്ല എന്ന് പറയില്ല. ഇനി തിരിച്ചൊരു ആ ഒരു അവസ്ഥയിലേക്ക് അത്രയ്ക്കും ഭയങ്കര ഒപ്റ്റിമൈസ്ഡ് ആണ് ആപ്പിൾ എക്കോസിസ്റ്റം. അപ്പൊ ഞാൻ പറഞ്ഞു തന്ന ടോപ്പിക് തെറ്റുന്നതാണ്. അപ്പൊ ഐഫോൺ 13 സൈഡിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള പ്രോസും കോൺസും ഒക്കെ ഞാൻ പറഞ്ഞു തന്നു. അപ്പം പിന്നെ ഇതിന്റെ ഫ്രണ്ട് ക്യാമറ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇതിൽ നമുക്ക് 30 FPS 4K 30 FPS വരെയാണ് ഷൂട്ട് ചെയ്യാൻ പറ്റുക. റൈറ്റ് യെസ് 4K 60 FPS നോർമൽ സിനിമാറ്റിക് വരുമ്പോൾ 4K 30 FPS ആണ് തോന്നുന്നു. അതെ 30 FPS ആണ് വരുന്നത്. പിന്നെ സ്ലോ മോഷൻ ടൈം ലാപ്സ് പോർട്രേറ്റ് ഉണ്ടാകണം അത്രയും മോഡ്സാണ് ഇതിന് വരുന്നത്. പിന്നെ വലിയ നെഗറ്റീവ്സ് ആപ്പിളിന്റെ പക്കാ വ്യവസ്ഥയാണ് ഐഎസിന് ആൻഡ്രോയിഡിൽ കുറച്ചുകൂടെ കസ്റ്റമൈസ് ആണ്. പിന്നെ റെയിൽവേ ആപ്പ് ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ആപ്പാണ് ഇതിനുള്ളത്, അതും ഓക്കെ അല്ല. പിന്നെ ഐ മെസ്സേജ് ഓക്കെ ആണ്, ഫേസ് ടൈം ഈസ് ഗുഡ് ആൻഡ് പിന്നെ അങ്ങനത്തെ കുറെ ആപ്സ് ഒക്കെ കിട്ടുന്നതാണ്. ചില ആപ്സ് നല്ലതല്ല. പിന്നെ പ്രൊമോഷനിലെ നമുക്ക് ടാസ്ക് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ. അപ്പൊ അതിന്റെ ട്യൂട്ടോറിയലാണ് ഞാൻ ചെയ്യുന്നുണ്ടാവും. പക്ഷെ എങ്ങനെ യൂസ് ചെയ്യാൻ എന്തൊക്കെ ടൂൾസ് നിങ്ങൾക്ക് വേണം, ടൂൾസിന്റെ ട്യൂട്ടോറിയൽ വേണം താഴെ കമന്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഞാൻ പൈത്തണിന്റെ ചെറിയ ഇൻട്രൊഡക്ടറി വീഡിയോ അതുപോലെ തന്നെ ടൂൾസിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് നാളായി നമ്മുടെ ചാനൽ തുടങ്ങിയ സമയം തൊട്ട് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയാൽ ഇതുവരെ നടന്നിട്ടില്ല. അപ്പൊ എന്തായാലും നെക്സ്റ്റ് ഒരു നല്ല വീഡിയോയിൽ നമുക്ക് കാണാം. ഐഫോൺ 13 നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഐഫോൺ 13 ഈസ് നോട്ട് ഫോർ 2025. ഓക്കെ, 2025 ഐഫോൺ 13 പർച്ചേസ് ചെയ്യുന്നത് better to opt iPhone 15 or plus models. 14, 13 വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ തീരെ ബഡ്ജറ്റിന്റെ ഷോ ഓഫിന് വേണ്ടിയിട്ട് വല്ല കഴിയും ചോദിക്കാൻ നടക്കാനാണെങ്കിൽ വേണമെങ്കിൽ 13 ഓപ്റ്റ് ചെയ്യാം. ഇപ്പൊ ഞാനിപ്പോൾ 1 ഇയർ ആയിപ്പോൾ 2 to 3 ഇയർ ഒക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ എന്തായാലും സ്വിച്ച് ചെയ്യും. ആ സമയത്ത് വരുന്ന പ്ലസ് മോഡൽസിലേക്ക് സ്വിച്ച് ചെയ്യും. ഇപ്പൊ ഞാനിപ്പോ മേടിച്ചിട്ട് ഞാൻ എത്ര കാശ് വെച്ചിട്ട് ഞാൻ മുതലാക്കണം. ഇപ്പൊ എന്തായാലും ഇപ്പൊ യൂസ് ചെയ്യും. എനിക്ക് സ്വിച്ച് ചെയ്യാൻ സിറ്റുവേഷൻ എന്തായാലും സ്വിച്ച് ചെയ്യും. ഇപ്പൊ വരുന്നതിൽ നമുക്ക് എന്തുകൊണ്ട് ഈ 15 പറയാൻ കാരണം വെച്ചാൽ ഇപ്പൊ നമുക്ക് ക്യാമറ ആക്ഷൻ ബട്ടണോ അല്ല അങ്ങനത്തെ പ്രോസസ്സിങ്ങും ഡിസ്പ്ലേയും ഫോട്ടോ ക്വാളിറ്റി വീഡിയോ ക്വാളിറ്റി എല്ലാം വേ ബെറ്റർ ദാൻ 13 ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് ഫോർ 2025. അപ്പൊ നിങ്ങൾ 13 എന്തായാലും 2025 മേടിക്കണ്ട. നിങ്ങൾ 15 ആയിരിക്കും ഇനി നിങ്ങൾക്ക് ബേസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വേരിയന്റ്. അപ്പൊ ബെറ്റർ ടു ചൂസ് 15 ഇൻസ്റ്റെഡ് ഓഫ് 13 ആൻഡ് അതിന്റെ മേലോട്ട് എന്തെങ്കിലും മോഡൽസ് എടുക്കാം നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച്. 13 ഈസ് നോൺ ഫോർ 2025 ആൻഡ് ഇപ്പൊ ഇതിന്റെ എല്ലാ സാധനവും ഞാൻ പറഞ്ഞു വിചാരിക്കുന്നു. അപ്പം നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇറ്റ്സ് സ്റ്റിൽ ദാറ്റ് ടേക്കിംഗ് ബൈ ഫ്രം ബെസ്റ്റ് ഓഫ് മോർണിംഗ്.